ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ചരിത്രപ്രസിദ്ധമായ കാവിറ്റയിലെ അവർ ലേഡി ഓഫ് സെവൻ സോറോസ് കത്തോലിക്ക ദേവാലയം അഗ്നിക്കിരയായി. പ്രദേശത്തുടനീളം പടർന്നുപിടിച്ച ശക്തമായ കാട്ടുതീയാണ് ദേവാലയത്തിന്റെ നശീകരണത്തിന് കാരണം. 1956 മുതൽ കാവിറ്റയിലെ പ്രാദേശിക കത്തോലിക്ക സമൂഹത്തിന് ആത്മീയ ശക്തി കേന്ദ്രമായിരുന്നു പരിശുദ്ധ കന്യകാമാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയം. അപ്രതീക്ഷിതമായി പടർന്നുപിടിച്ച കാട്ടുതീ ഞൊടിയിടകൊണ്ട് ദേവാലയ കെട്ടിടത്തിൽ പടർന്നു പിടിക്കുകയായിരുന്നു. അഗ്നിബാധയിൽ ദേവാലയം പൂർണ്ണമായി കത്തിനശിച്ചു. ദേവാലയത്തോട് ചേർന്നുള്ള മണിഗോപുരവും ക്രൂശിതരൂപവും കാവിറ്റയിലെ വിശ്വാസത്തിന്റെ ഓർമ്മപ്പെടുത്തലായി തീയിൽ നശിക്കാതെ ശേഷിക്കുന്നു. തീപിടുത്തത്തിന്റെ ആഘാതം പ്രദേശത്തെ ചില വീടുകളിലേക്കും കാർഷിക നിലങ്ങളിലേക്കും മുന്തിരിത്തോട്ടങ്ങളിലേക്കും പടർന്നതായി ഇടവക വികാരി ഫാദർ ജോസ് മാത്യു മാധ്യമങ്ങളോട് പറഞ്ഞു. ചെക്ക്, പോളിഷ്, ഉക്രേനിയൻ, സ്ലോവാക്യൻ, മറ്റ് കുടിയേറ്റ സമൂഹങ്ങൾക്ക് ദേവാലയം വളരെ കാലമായി ഒരു ആത്മീയ ഭവനമായിരുന്നു. മെൽബൺ ആർച്ച് ബിഷപ്പ് പീറ്റർ എ കൊമൻസോളി ദുരന്തബാധിതരായ വിശ്വാസികൾക്ക് ഹൃദയംഗമമായ പിന്തുണ അറിയിച്ചു. ശേഷിക്കുന്ന ക്രൂശിതരൂപവും മണിഗോപുരവും നാശനഷ്ടങ്ങൾക്കിടയിലും ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന് നിശബ്ദ സാക്ഷികളായി നിലകൊള്ളുന്നുവെന്നും ദൈവത്തിന്റെ നിലനിൽക്കുന്ന സ്നേഹത്തിൽ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാൻ സഭയെ വിളിക്കുന്നുവെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ഭൗതിക ഘടനകൾ വീഴുമ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളിലും സമൂഹത്തിന്റെ കൂട്ടായ്മയിലും വിശ്വാസത്തിന്റെ ജീവൻ നിലനിൽക്കുന്നുണ്ടെന്ന് ബിഷപ്പിന്റെ ഇടയ സന്ദേശം അടിവരയിടുന്നു. നാശനഷ്ടത്തിന്റെ വൈകാരികവും ആത്മീയവുമായ ആഘാതം പ്രാദേശിക കത്തോലിക്കർ നേരിടാനൊരുങ്ങുമ്പോൾ വിശ്വാസി സമൂഹത്തോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുകയാണ് പ്രാദേശിക സഭ. പ്രാർത്ഥനകളുടെയും പങ്കിട്ട വിശ്വാസത്തിന്റെയും പിന്തുണയോടെ വിശ്വാസി സമൂഹം ആരാധനയുടെയും പ്രത്യാശയുടെയും ക്രിസ്തുവുമായുള്ള ഐക്യത്തിന്റെയും ഒരു നവീകൃത ഇടം പുനർനിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇടവക വികാരി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.